ഷഫീഖോ, ഞാൻ ഈ പറയുന്ന ഈ കണക്കുണ്ടല്ലോ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് എത്രയാണ് റിസൾട്ട് ഒന്ന് പറയണേ. ഇതാണ് അങ്ങനെ. ഇതുപോലെ നമ്മൾ കണക്കിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ഇത് നല്ല സുതാര്യമായിരിക്കും, പക്ഷെ കാൽക്കുലേറ്റർ എത്ര പെട്ടെന്ന് 385. ഇതാണ് നമ്മൾ ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇത് പറയാൻ കാരണം എന്താ അറിയോ, ഇന്നലെ ഞാനൊരു ഇംഗ്ലീഷിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രാമറ്റിക്കലി അങ്ങനെ കുറേ ആലോചിച്ചു. ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നേരെ മെറ്റയിൽ ടൈപ്പ് ചെയ്തു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഇതിലേക്ക് വന്നു. AI സിസ്റ്റം അല്ലേ, മെറ്റ പോലത്തെ അല്ലെങ്കിൽ ChatGPT പോലത്തെ സിസ്റ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വേഗം കൊണ്ടുവന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും പറയാനുള്ളത്? അതെ, കൂടുതൽ സമയം ചെലവഴിച്ച് നമ്മൾ നേരത്തെ കുറെ അറിവുകളൊക്കെ നേടിയിരുന്നു. പക്ഷെ ഇപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് നേടാനുള്ള പുതിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ ChatGPT, അതേപോലെ മെറ്റയുടെ ആയി, അതേപോലെ ഡീപ്സീക്ക് ഒക്കെ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ കുറേ അധ്വാനിച്ച് നേടിയെടുത്ത അറിവുകളൊക്കെ നിമിഷാർദ്ധം കൊണ്ട് കിട്ടുന്ന സംവിധാനം. ഇത് ഞാൻ പറയുന്നത് അറിയാം, നമ്മളെ സ്കൂൾ സിലബസുകൾ നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു പരാതി, കുട്ടികൾ ഫുൾ ടൈം ഫോൺ അഡിക്റ്റാണ്, ടാബിലാണ്, ലാപ്പിലാണ്. നമ്മൾ അതിൽ തന്നെയാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സ്കൂൾ സംവിധാനത്തിൽ ഇതുകൂടി ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ പണ്ടൊക്കെ APPL ആപ്പിൾ എന്നുള്ളത് 15 പ്രാവശ്യം എഴുതി വരാൻ പറയുമ്പോൾ ഇന്ന് സദാ 24 hours കയ്യിലുള്ള ഫോണിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിന് സ്പെല്ലിങ് കിട്ടുന്നു. നമ്മൾ ഈ ഇമ്പോസിഷനുകളും അട്ടിയാക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് പകരം നമ്മളെ കുട്ടികളുടെ സമയവും കൂടുതൽ ഇതിലേക്ക് ഇത്തരം മെറ്റ അല്ലെങ്കിൽ ടെക്നോളജി AI സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റിയാൽ പരമ്പരാഗതമായ പഠന രീതികളൊക്കെ മാറേണ്ടതുണ്ട്, പൊളിച്ച് എഴുതാനുള്ള സമയമായിട്ടുണ്ട്. അതെ, തീർച്ചയായും. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കുട്ടികൾ പഠിക്കുക. ഇപ്പോൾ UAE-ലൊക്കെ നോക്കിയേ 2 മണിയാകുമ്പോഴേക്ക് ക്ലാസ് കഴിഞ്ഞു. കുട്ടികൾ വളരെ ലാംഗ്വേജ് ഉണ്ട്, ബാക്കി ഭാഷാപരമായ മികവുണ്ട്, നല്ല കേപ്പബിൾ കുട്ടികളാണ്. അപ്പോൾ സംവിധാനങ്ങളും സൗകര്യങ്ങളും നവീനമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇത് കുട്ടികൾ ഇതിനെ മോശമായിട്ട് ഉപയോഗിച്ചാൽ. അതിപ്പോൾ നമ്മളെ കയ്യിലൊരു കത്തിയുണ്ട്, ഒരുത്തന് അതിന് ആപ്പിൾ മുറിച്ചു, നമ്മൾ ആ ആപ്പിളിനെയും കത്തിയെയും പ്രശംസിക്കുന്നു. മറ്റൊരുത്തിൻ്റെ കഴുത്തിൽ വെച്ചാൽ ആ കയ്യിനെ നമ്മൾ തിരുത്താൻ, അതുപോലെ ടീച്ചർമാരാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ അതിനെ ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെയും അതിനെ പഠിപ്പിക്കുന്ന സിലബസിലും നമ്മൾ കൃത്യമാകാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ AI സിസ്റ്റം പോലെയുള്ള ആധുനിക സംവിധാനങ്ങളിലാവട്ടെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയും ആ രീതിയിലുള്ള പഠനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരു കൃത്യമായ ധാരണ ആദ്യം മാതാപിതാക്കൾക്ക് വേണം, എന്നാൽ മാത്രമേ അത് കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റൂ, പുതിയ സങ്കേതങ്ങളും സൗകര്യങ്ങളെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ വരുന്ന തലമുറ ഇത്തരം വലിയ സംവിധാനങ്ങളിലൂടെ വളർന്ന് വലിയൊരു ലോകങ്ങൾ കീഴടക്കട്ടെ നമ്മൾ ആശംസിക്കുകയാണ്.